ഹായ് യൂട്യൂബ് ചാറ്റർ ബോക്സ് എന്ന പുതിയ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അകത്തെ ലൈറ്റ് ഒന്ന് ഇടുവോ സുഹൃത്തെ? നമുക്ക് രഞ്ജുവിന് സർപ്രൈസ് കൊടുത്താലോ? അവളെ വിളിച്ചു പറയാം രഞ്ജു വരുന്നുണ്ടെന്ന്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് വീഡിയോ, ഇത് ഫോൺ, ഇത് ഇവിടെ നമ്മൾ പോവാം. പുറത്തെയാ? പിന്നെ എന്താണ് രഞ്ജു വരുന്നതിനെ പറ്റി പറയാനുള്ളത്? രഞ്ജുമോൻ വരുന്നതിനെ പറ്റി ആദ്യം നമുക്ക് രഞ്ജുമോനെ പറ്റി പറയാം. രഞ്ജുമോൻ എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത സുഹൃത്തും. എത്ര വർഷമാണ് നാറ് നമ്മളോട് കൂടിയിട്ട്? 20 കൊല്ലത്തിന് മേലെയായി. ഓ പനതടി. അങ്ങനെ 20 വർഷമായിട്ട് ഞങ്ങളുടെ ആത്മാത്ര സുഹൃത്തും എല്ലാമാണ്. അപ്പോൾ രഞ്ജുമോനൊരു സർപ്രൈസ്, അല്ല രഞ്ജുമോൻ്റെ വീട്ടുകാർക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ആർക്കറിയാം, ഇനി അവിടെ പറഞ്ഞിട്ടാണോ? അതെ. അപ്പോൾ അതെ, ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് രഞ്ജുവിനെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ 4 പേരാണ് ഫ്രണ്ട്സായിട്ടുള്ളത്. വണ്ടി ഓടിക്കുന്നത് ചന്തു, എൻ്റെ പേര് ജിഷ്ണു. ഇപ്പോൾ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോകുന്നത് രഞ്ജു. ഇനി ഒരാളുള്ള ദുബായിലാണ്, കുട്ടു. അപ്പോൾ ഞങ്ങൾ 4 പേരും ഏകദേശം 10-20 വർഷത്തോളമായിട്ട് ഫ്രണ്ട്സാണ്. അതിനപ്പുറത്തേക്കുള്ള വേറെ ഫ്രണ്ട്സ് അങ്ങനെ സർക്കിൾസ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് സർക്കിൾസൊന്നും വളരെ ചുരുക്കമാണ് പിന്നുള്ളത്. ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ഫാമിലി ആയിട്ട് എന്നോ മാറിയതാണ് ഞങ്ങളൊക്കെ. അപ്പോൾ രഞ്ജു സർപ്രൈസായിട്ട് വരികയാണ്. അവൻ്റെ വീട്ടുകാരെ സർപ്രൈസ് ചെയ്യാനും വൈഫിനെ സർപ്രൈസ് ചെയ്യാനൊക്കെ ആയിട്ട് വരികയാണ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളിന്ന് കുറച്ച് നേരത്തെയാണ് ഇറങ്ങുന്നത്. അതായത് ഇപ്പോൾ സമയം 8:30 ആയിട്ടേ ഉള്ളൂ. നൈറ്റ് 8:30 ആയിട്ടേ ഉള്ളൂ. രഞ്ജുവിൻ്റെ ഫ്ലൈറ്റ് രാവിലെ 5:30ക്കാണ് ലാൻഡ് ചെയ്തത്. സോ ഞങ്ങൾ എന്തായാലും ഒരു 12 മണിയാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 12 മണിക്ക് മുന്നേ ആയിട്ട് എന്തായാലും ഞങ്ങൾ എയർപോർട്ടിലെത്തും. നേരത്തെയാണ്, കാരണം അവൻ ലാൻഡ് ചെയ്യുന്നത് വെളുപ്പിന് 5:30ക്കാണ്. നേരത്തെ പോകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് 2 പേരും വരുന്നത്. അപ്പോൾ ടയർഡാണ്, കുറച്ച് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെന്നിട്ട് അവൻ വരുന്നിടം വരെ വണ്ടിക്കകത്ത് കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട്, എയർപോർട്ടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ നടക്കാൻ ഒരു ചാൻസും ഇല്ല. ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ, അതായത് ഞങ്ങളൊരു 5ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. 2005, 2008, 2007 ആ ഒരു ടൈമിലൊക്കെ തുടങ്ങിയ ഫ്രണ്ട്സാണ്. പലരും പല ടൈമിലായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അത്രയും നാളത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അന്ന് മുതലുള്ള കാര്യങ്ങൾ മൊത്തം ഞങ്ങളിങ്ങനെ പറഞ്ഞാണ് പോകുന്നത്. എന്നും നമ്മളെപ്പോൾ കണ്ടാലും നമ്മളെ പഴയ കാര്യങ്ങളെ പറ്റി പറയാനും ഓർമ്മിക്കും. ഇപ്പോൾ നമ്മൾ മണിമല എത്തിയിരിക്കുകയാണ്. ഇതാണ് മണിമല. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, കിടില. നൈസ് ഹോസ്പിറ്റൽ. അവിടുത്തെ ഡോക്ടർമാരാണ്. ആകെ ചെറിയൊരു സെറ്റപ്പേ ഉള്ളൂ, പക്ഷേ കിടില. പക്ഷെ അവർക്ക് അപ്പുറത്ത് വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്. ഞാനും അവളൂടെ ട്രീറ്റ്മെന്റ് ചെയ്ത. ഇത് വലിയ ചാർജ് ഇല്ല കേട്ടോ. വലിയ ചാർജ് ഇല്ല. നമ്മളെ മർത്തമൊക്കെ വെച്ച് നോക്കുമ്പോ ബെറ്ററാ. പെട്രോൾ കാശ് മുടക്കാലും വലിയ അല്ല. എങ്ങും വേണോ? എന്ത് ലോഡല്ലേ വണ്ടിക്കകത്ത്. ഇവിടെയാണ് നമ്മൾ കോട്ടയം പോകുന്ന വഴി. ദിസ് വഴി ആൻഡ് ദിസ് വഴി ടു പൊൻകുന്നം, മൂവാറ്റുപുഴ, പാല, കുമ്മളി എങ്ങനെ വേണമെങ്കിലും പോവാം. നമുക്കിപ്പോൾ പോകേണ്ടത് മൂവാറ്റുപുഴ അല്ലേ? പാല, മൂവാറ്റുപുഴ. പൊൻകുന്നം, പാല, മൂവാറ്റുപുഴ. സുഹൃത്തുക്കളെ, ഇങ്ങനെ തടിവണ്ടിയുടെ പുറകെ പോകുമ്പോൾ അയ്യോ ഇതങ്ങനെ പൊട്ടി വീഴുവോ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്കിങ്ങനെ തോന്നാറുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. കൂട്ടുകാർ ഇന്ന് തന്നെ വരുന്നേ. ഇനി അവിടെ ചെല്ലുമ്പോൾ പറയാം, എന്റെ ടിക്കറ്റ് അടുത്ത മാസം
ഞാൻ ഇവനോട് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു. എനിക്ക് അയച്ചു തന്നു. ഇവനായതുകൊണ്ട് ഇവൻ കഴിഞ്ഞ മാസത്തില് കഴിഞ്ഞ മുന്നത്തെ വർഷം ഇതുപോലെ എയർപോർട്ട് വരെ പോയിട്ട് തിരിച്ചു വന്നവനാ. ആ കള്ളപ്പന്നി അവനിവിടെ കാല് കുത്തത്തില്ല, എന്നാ വെട്ടിക്കൊല്ലുന്നു. എനിക്ക് വിശ്വാസം വേണ്ട, ടിക്കറ്റ് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ രഞ്ജുവിനോട് ചന്തുവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. അതെ അതെ, എന്തരാണോ എന്തോ. എന്തോ കഴിക്കുന്നത്. അതെ, എന്താ കഴിക്കുന്നല്ലേ? ഡയറി മിൽക്ക് അല്ലേ? ഓ, എനിക്ക് എന്തൊരു കെമിസ്ട്രി. എനിക്ക് വയ്യ, ഭാര്യയും ഭർത്താവും ഇത്രയും കെമിസ്ട്രിയോ? അനു ഉണ്ടോ വീട്ടില്? ഓ, അത് ശരി. കേട്ടില്ല. അപ്പം ഞങ്ങൾ പാലായിലെത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നപ്പോൾ സംസാരിച്ചത് ചന്തുവിൻ്റെ വൈഫാണ്, അഞ്ജലി എന്നാണ് പേര്. എൻ്റെ വൈഫിൻ്റെ പേര് പ്രമീള എന്നാണ്. രഞ്ജിൻ്റെ വൈഫിൻ്റെ പേര് ചിക്കു എന്നാണ്. കുട്ടുവിൻ്റെ വൈഫിൻ്റെ പേര് അശ്വതി എന്നാണ് പേര്. ഞങ്ങളെല്ലാം ഒരു ഫാമിലി പോലെയാണ്. ഓരോരുത്തരെയും പേരെടുത്ത് ഇന്നാളുടെ വൈഫെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടത്തില്ല, ആരെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും നമ്മൾ കുടുംബത്തിലെ അംഗങ്ങളാണ്. ദാറ്റ് കോൺട്രാക്ടർ ചന്തുവിൻ്റെ വണ്ടിയിൽ എപ്പോഴും കാണുന്ന സാധനമാണ് ടേപ്പ്. ഡ്രൈവർ ഇല്ലെങ്കിലും വണ്ടിയിൽ ടേപ്പ് കാണും. ടേപ്പ് ഇല്ലാത്ത ദിസ് ഈസ് ബൂമർ. അവിടെ ഇതിനകത്ത് സ്റ്റിക്കർ ഉണ്ടോടാ? ഇല്ല, സ്റ്റിക്കർ ഒരു കഥ സ്ഥലട്ടുമാ. പണ്ട് എൻ്റെ കുഞ്ഞില് മറ്റേ ബൂമറിന്റെ പരസ്യം ഇറങ്ങിപ്പോണ്ടല്ലോ, ഒരു ചെറുക്കനാണെങ്കിൽ ഇത് ബൂമർ വായിലിട്ട് വീർപ്പിച്ചിട്ട് അതിൽ പറന്നു പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സ്കൂളിന്റെ മതിലിന്റെ അവിടെ ചെന്നിട്ട് ഒരു 5-6 ബൂമറെടുത്ത് വായിലിട്ടിട്ട് വീർപ്പിച്ചെടുത്ത് ഒറ്റ ചാട്ടം ചാടി. ഒന്നും ബുദ്ധിയില്ലായിരുന്നല്ലോ. എത്ര ഞാന് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും മറ്റേ പഠിക്കുമ്പോ അങ്ങനെ ബൂമറിനൊരു കഥയുണ്ട് സുഹൃത്തുക്കളെ. ദാറ്റ് ഈസ് ബൂമർ കഥ. നമ്മൾ പാലായിൽ നിന്നും അടുത്ത സ്ഥലത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ അഞ്ജലി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോഴും മനസ്സിലൊരു ഡൗട്ടുണ്ട്, രഞ്ജുമോൻ വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി. കാര്യം ഞങ്ങൾ ടിക്കറ്റൊക്കെ ചോദിച്ച് മേടിച്ചിരുന്നു ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. ഇവൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ഗൾഫിലേക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി എയർപോർട്ട് വരെ ചെന്നിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നവനാണ് ഇവൻ. അപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ വരും, ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ പോകും. അതുകൊണ്ട് അത് ഇന്നല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. എന്ന് മുതൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അന്ന് മുതലേ അങ്ങനെ തന്നെയാണ്. പിന്നെ പഴയ ഹോബീസ് ഇതൊക്കെയായിരുന്നു. ഋഷിമോനെ അച്ഛ എവിടെ പോയേക്കളെ? അച്ഛ എവിടെ പോയി? സങ്കടം വരുന്നേട്ടോ. വരണ്ടാന്നാണോ പറഞ്ഞു? എന്താ അച്ഛാ അച്ഛാ പാവം. മാമേ മാമൻ ഹായ് 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 പറഞ്ഞ മാമന് ഫ്ലൈങ് കിസ് തന്നേ. അങ്ങനെ അച്ഛനെ കാണാത്ത വിഷമത്തിൽ വീഡിയോ കോൾ വിളിച്ച് അച്ഛനെ കാണുന്ന ഞങ്ങളുടെ ഋഷിമോൻ. അപ്പോൾ ഋഷിമോൻ അച്ഛനെയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയവരായിരുന്നു രഞ്ജുമോൻ. അതെ, രഞ്ജുമോൻ്റെ പല പല ഹോബീസുണ്ട്. അതായത് പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഇവൻ എവിടെയെങ്കിലുമൊക്കെ പോകും. ഇവന് വണ്ടിപ്പിരാന്തൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഡ്രൈവർമാരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ കയറി എവിടെയെങ്കിലും പോകും. പക്ഷേ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ജിഷ്ണുവിൻ്റെ വീട്ടിലായിരിക്കും, അതല്ലെങ്കിൽ ഞാൻ ചന്തുൻ്റെ വീട്ടിലായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പല ലോറി ഡ്രൈവർമാരെ കൂടി ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസസും ഒരുപാട് ഓർമ്മകളുമുണ്ട്. അതൊക്കെ നമുക്ക് പോകെ പറയാം. ഇപ്പം ഞങ്ങൾ എറണാകുളത്തെത്തിയിട്ട് എയർപോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനി ഈ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാൻ എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാവുമെന്നറിയില്ല, കാരണം ഞങ്ങളുടെ കഥകളൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല. വീണ്ടും ആവർത്തിക്കുന്നതാണെങ്കിലും ഞങ്ങളുടെ കഥകൾ തീരാറില്ല. ഞങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ പ്രധാന കളിയാക്കൽ ഒരു ഏരിയയാണിത്. കാരണം ഞങ്ങളുടെ സ്റ്റോറീസും ഞങ്ങളുടെ എക്സ്പീരിയൻസസും ഒക്കെ പറയുമ്പോൾ ഇത് കേട്ട് മടുത്തൂന്ന് എല്ലാവരും ട്രോളി കൊല്ലുന്നൊരു സാധനമാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ പറയും, ഇത് ഓർക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫുൾ ചായ ചേട്ടാ, ഇത് ഹാഫ് ചായ ഉള്ളത്. അവിടെ പോയിരിക്കാം. അങ്ങനെ ഞങ്ങൾ കാറിൽ കുറേ നേരം കിടന്നുറങ്ങി. ഏകദേശം ഒരു മണിക്കൂറോളം ഉറങ്ങി. ഉറക്കം കഴിഞ്ഞു. ഈ ഒരു വണ്ടി എടുക്കണം. ഇത് എടുത്തോ, ഈ വണ്ടി കൊള്ളാം. അതുകൊണ്ട് കൈ കൊണ്ടുള്ള കാര്യം അവിടെ കിട്ടും. നമ്മുടെ കയറ്റത്തെ ഇറക്കത്തൊന്നും നടക്കൂല. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകണം. ഉറക്കമൊക്കെ എണ്ണീറ്റു. ഒരു ചായ കുടിക്കണമെന്നുണ്ട്. പക്ഷേ ഇനി രഞ്ജുമോനും കൂടി ഇറങ്ങി വന്നിട്ട് ഒരുമിച്ച് ചായ കുടിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് എയർപോർട്ടിനുള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ കഥകൾ പറഞ്ഞു തീർന്നില്ല. ഞങ്ങൾ പണ്ട് പ്ലസ് ടു എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൻ്റെ താഴെ ഒരു ലോറിക്കാരൻ വരുമായിരുന്നു. ജോയിച്ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ പുള്ളിക്കാരനെ പരിചയപ്പെട്ടിട്ട് കോളേജിൽ നിന്ന് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാത്തതിനോ ഡ്രോയിങ്സ് ചെയ്യാത്തതിനോ ഒക്കെ ഇറക്കി വിടുമ്പോൾ ഞങ്ങൾ ഈ പുള്ളിയിലൂടെ കയറിയിട്ട്, പുള്ളി തെങ്കാശിയിൽ സിമെൻ്റ് എടുക്കാൻ പോകുന്നതാണ്, പുള്ളിയിലൂടെ കയറിയിട്ട് ഞങ്ങൾ തെങ്കാശിയിൽ പോകും. തെങ്കാശിയിൽ പോയിട്ട് പുള്ളിക്കാരൻ തിരിച്ചു കൊണ്ടുവരും. ഫുൾ ചിലവ് പുള്ളിയുടെ വക. എല്ലാവരും അടിച്ച് കയറുക എന്നൊരു മൈൻഡുള്ള മനുഷ്യനായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ കൂടെ ഒരുപാട് തെങ്കാശിയിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ ബോറടിക്കുമായിരിക്കും, പറയാൻ കഴിയില്ല എനിക്ക്. പക്ഷേ എന്നിരുന്നാലും ഇതുപോലെയുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഞങ്ങളുടെ ലൈഫിലുണ്ട്. ഇതെല്ലാം ഓർത്തും പറഞ്ഞുകൊണ്ടാണ് ഇത് പിന്നെ റിപ്പീറ്റ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറി. അവന് ടെർമിനൽ 3-ലാണെന്ന് തോന്നുന്നു വരുന്നത്. അതെ, ഞങ്ങൾ ഫാസ്റ്റാഗിൻ്റെ അവിടുന്ന് നേരെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ രഞ്ജുമോൻ വരുന്നതും വെയിറ്റ് ചെയ്താണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു കുറച്ച് നേരത്തെ കയറി, കാരണം 5:30 ലാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു 5 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിൽ എൻട്രി ചെയ്തു. എന്നിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കി കാർ പാർക്ക് ചെയ്തു. നമ്മൾ ടെർമിനൽ 3 കൊച്ചിൻ ഇൻ്റർനാഷണൽ കെയിലാണ്. യെസ്, കെ. ഇപ്പോൾ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന പോലെ രഞ്ജുമോനെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങൾ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അവൻ്റെ ഫ്ലൈറ്റ് അറൈവലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ
അവൻ ഇതുവരെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കുവാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു വെള്ള ഷർട്ട് ഇട്ടിട്ട് അവിടുന്ന് വണ്ടിയും തള്ളിക്കൊണ്ട് ഈ വരുന്നതാണ് ഞങ്ങളുടെ രഞ്ജിമോൻ. ബാക്കി അവൻ പറയുന്ന കേൾക്കാം. അങ്ങനെ അവൻ വന്ന കഥകളും ഫ്ലൈറ്റിൽ കയറിയ കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, കാരണം ഈ നാറി ഒരു 4-5 മാസം മുന്നേ ഒന്ന് വന്നിട്ട് പോയതാണ്. അവനിങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ അവൻ്റെ കമ്പനിയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവൻ ഇവിടെ നാട്ടിൽ വരാറുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ അവൻ്റെ വീട്ടിൽ എല്ലാ തവണയും പറഞ്ഞിട്ടാണ് വരാറ്. ഇന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു പുതുമ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പതിയെ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്കിറങ്ങി ഇനി കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം. ഈ എയർപോർട്ടിൽ എപ്പോൾ വന്നാലും ഈ സോളാർ പാനൽസ് കാണുമ്പോൾ എന്തോ ഒരു ഫീലാണ്. കാരണം ഇത്രയധികം സോളാർ പാനൽസ് കേരളത്തിൽ വേറെ എവിടെയും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം സോളാർ പാനൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഇത്രയധികം സോളാർ പാനൽസ് ഇങ്ങനെ ഈ നിരയായിട്ട് അടുക്കി ഒരേ ലെവൽ വെച്ചേക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോവാണ്, വീട്ടിലേക്കുള്ള യാത്രയിലാണ്. പക്ഷേ മഴ ചെറുതായിട്ട് പെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ പോവാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങളുടെ ഓരോ പഴയ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് മഞ്ഞാണ്, അത് പുകയാണ്. ആക്ച്വലി അത് മഞ്ഞല്ലായിരുന്നു, നല്ല കട്ട പുകയായിരുന്നു. അതും പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു. നമ്മൾ കണ്ടെയ്നറിലോട് പോയി ആത്മാർത്ഥ സുഹൃത്തുക്കളോട് എന്താ പറയാനുള്ളത്? ഇതുപോലെ ഇതിലില്ല. എനിക്ക് എന്തുകൊണ്ടും എനിക്ക് എപ്പോഴും എൻ്റെ കൂട്ടുകാരന്മാര് പറയുകയാണെങ്കിൽ 100 നാവാണ്. ആ 100 നാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ 2 ദിവസം നീ ഒന്ന് കുളിച്ചാലും മാറത്തില്ല. ഈ നാറിയെ വിളിക്കാൻ വന്ന നമ്മൾ ആരെയും ഞാൻ അപ്പോഴേ പറഞ്ഞ വല്ല ബസ്സിനും കയറി വരാൻ. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് രഞ്ജുവൻ കയറി. ഞങ്ങൾ ഏകദേശം എത്താറായി. ഇനി ഇവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ. ഇതിനിടയ്ക്ക് രഞ്ജുവൻ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്ന ഏതോ ഒരു നോട്ട് ഇവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ ഇടാനായിട്ടുള്ളൊരു ഉദ്യമത്തിലാണ്. രഞ്ജുവൻ ഇങ്ങനെയാണ്, ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ, ഭണ്ഡാരപ്പെട്ടി കാണുമ്പോൾ കുറച്ച് പൈസയൊക്കെ ദാനം ചെയ്യും. അങ്ങനെ ഒരു വിശ്വാസിയാണ് രഞ്ജുവൻ. അങ്ങനെ ചന്തു അതിടാനായിട്ട് പോകുന്നു. ചന്തുവൻ അതിട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ രഞ്ജുവിൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർപ്രൈസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും. ആ കുരിച്ച് കഴിഞ്ഞിട്ടെ കണ്ണാടിയുടെ അടുത്ത് തന്നെ നിർത്തിയാൽ മതി. കണ്ട കണ്ണാടിയുടെ ഇത് കണ്ടില്ലേ, ആ വെള്ളക്കാർ ഇറക്കുന്നതിൻ്റെ പുറകിൽ അവിടെ കൊണ്ടുവെക്കണേ. നമുക്ക് നടന്നു പോകാം അവിടെ ഉണ്ടെങ്കിൽ. ഇവിടെ അല്ല, അപ്പോൾ ഫ്രണ്ടിൽ അതിൻ്റെ ഇവിടെ ചവിട്ടി ഇല്ല, ഞാൻ ഇവിടെ തന്നെ. ഇതാണ് പൊട്ടാക്കട. വണ്ടി ഉണ്ടോ ഇല്ല, അത് ഞാൻ നോക്കിയാൽ മതിയില്ല. ഏത് വണ്ടിയാ? അതാണ് അപ്പുറത്തടാ, മൈക്രോല വന്നിരിക്കുന്നു. ആ ശരി. അതിന് അവിടെ കണ്ട് നിന്നെ കണ്ട് അങ്ങനെ രഞ്ജുമോൻ ഭാര്യയെ കാണാനായിട്ട് അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് നടക്കുകയാണ്. മൈക്രോ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്തായി തീരുമെന്ന് നമുക്കൊരു പിടുത്തമില്ല. കാരണം അവൾ ഓൾറെഡി ഞങ്ങളെ കണ്ടു എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആക്ച്വലി കണ്ടില്ല, എന്ന് നടന്നു വന്നപ്പോഴാണ് കണ്ടത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. ഭാര്യ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തിരുപൂരുന്ന സ്വന്തം സ്ഥാപനം ഒരു ഷെയ്ക്കാണ്ട് കൊടുക്കും പ്ലീസ്. ഇല്ല, എൻ്റെ ആരാധകർ
ഹാപ്പി സർപ്രൈസ്. അവർക്ക് സർപ്രൈസ് കൊടുത്തിട്ട് നമ്മൾ യാത്ര തുടങ്ങിയെടുത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്.